ഹലോ, നമ്മുടെ മലൈക്കോട്ടെ വാലിബിൻ്റെ ലോഞ്ചിന് വന്നതാണ്. അത് ഉപയോഗിച്ചിരിക്കുന്ന ആർട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് കാണാം. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണിത്. ഓക്കെ, നല്ല റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് അത് കണ്ടാൽ മനസ്സിലാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിന് വേണ്ടി ചെയ്തതല്ല എന്നുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് ഇതാണ് നമ്മുടെ പോസ്റ്ററിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നേക്കുന്നത്. നമ്മുടെ ആ ലാലേട്ടൻ വലിച്ചു കൊണ്ടുപോകുന്ന സെറ്റ് അടിപൊളി. പിന്നെ ഇത് ബാക്കി ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ആ വണ്ടി ഉന്തുവണ്ടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്തുവണ്ടിയില്ല, കാളവണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റുള്ള, ഒരു സംശയം വേണ്ട. ഇതൊക്കെ ഒറിജിനൽ ആയിട്ട് ചെയ്ത് ഇരിക്കുന്ന, ഒരു താൽക്കാലികമായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന സംഭവമല്ല. ബ്രോ, നമ്മുടെ മലൈക്കോട്ടെ വാലിബിന്റെ ഓഡിയോ ലോഞ്ചിന് വന്നേക്കല്ലേ? അപ്പൊ എന്തോ തോന്നുന്നു ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ? ഇതുപോലൊരു കാഴ്ച നമ്മൾ ഒരുപാട് ലോഞ്ചുകൾക്ക് പോയിട്ടുണ്ടെങ്കിൽ കൂടി ഇത്ര ഒരു ഹെവി സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ തന്നെയല്ല, മലയാള സിനിമയിൽ ഇത്രമാത്രം ഒരു ട്രെയിലറിന് ഇത്ര വലിയ ലോഞ്ച് കൊടുക്കുന്ന ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. ഇപ്പോൾ കുറുപ്പനുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒടിയൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിക്ക് മേലെ എന്താ പറയുക, ഈ LJP ലാൽ കോംബോ എന്ന് പറയില്ലേ, അതൊരു ജസ്റ്റ് ഒരു പോസിറ്റീവ് വരണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ബാക്കി ജനങ്ങൾ നോക്കിക്കോളും. എന്തായാലും നല്ലൊരു ഇത് ഇപ്പൊ ഈ ഇവിടെ ആർട്ട് വർക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ രാവിലെ പ്രസ് മീറ്റിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അതായത് ഇന്ത്യയിലൊരു ഇന്ത്യൻ ഹിറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് ഹൈപ്പാണ് വന്നിരിക്കുന്നത്. അതായത് അത് അങ്ങനെ തന്നെ ആവും തോന്നുന്നുണ്ടോ? ഇപ്പൊ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഓൾറെഡി ഇതിനൊരു കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു മലയാളികളുടെ ഒരു ലുക്ക് അപ്പിയറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഈ മുണ്ടും അങ്ങനത്തെ എല്ലാ ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഒരു അക്സെപ്റ്റബിൾ ആകും. പക്ഷെ ഇതിൽ എന്ന് പറയുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ കൾച്ചറിൽ അതിൽ ഉപയോഗിച്ചിരുന്ന കോസ്റ്റ്യൂംസ് ആണെങ്കിലും പിന്നൊന്നും വേണ്ട, ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ സാധനം തന്നെ കണ്ടു. അതിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു അണിയറ പ്രവർത്തകർ ചെയ്തേക്കുന്ന ക്വാളിറ്റിയാണ് നമ്മൾക്ക്. പിന്നെ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നില്ല ലൂസിഫറിന് ശേഷം മോഹൻലാൽ ഇത്ര മാത്രം ഗെറ്റപ്പില് അത് കിടിലൻ പോസ്റ്റർ ഇറക്കിയ എല്ലാ പോസ്റ്ററുകളും വേറെ ലെവലായിരുന്നു. അപ്പോൾ പിന്നെ എന്താ, ഒരു LJP എന്ന് പറഞ്ഞൊരു മാവറിക് ഡയറക്ടറാണ് ഇതിനകത്ത് ചേരുന്നത്, പിന്നെ കംപ്ലീറ്റ് ആക്ടർ. അപ്പോൾ ജസ്റ്റ് നന്നായ വേറെ ലെവലാവും. ഈ മലയാള ഭയങ്കര പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. വമ്പം പ്രതീക്ഷയോട് തെറ്റരുത് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ജസ്റ്റ് ഒരു ഡ്രാമ വെച്ചിട്ട് മോഹൻലാൽ 100 കോടി ഇവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു സിനിമ അത്രയും കളക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തായാലും അടിയുണ്ട്, മ്യൂസിക് ഉണ്ട്, LJP ആയിരുന്നു, ലാൽ കോംബോ ആയിരുന്നു, തകർക്കും. ഓക്കെ, താങ്ക് യു. ഒരുപാട് സ്നേഹത്തോടെ ഈ സിനിമ, ചില സിനിമകൾ സംഭവിക്കുന്ന എല്ലാ സിനിമയും നമ്മൾ പറഞ്ഞപ്പോൾ ഇത് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമയും. ഈ സിനിമയും അങ്ങനെ തുടങ്ങി. വിജയെ എനിക്ക് വളരെ നാളായി അറിയാം. എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ, വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. വിജു സിനിമയിൽ വന്ന കാലത്ത് അറിയാം, ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് നടന്നില്ല. ആ നടക്കാത്തിലെങ്കിലും ഒരു സിനിമ നടക്കുന്നു എന്നത് കൂടി ദൈവം വിചാരിച്ചുകൊണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ വിജയോട് ഞാൻ നന്ദി പറയാം. ഇങ്ങനൊരു സിനിമ